പക്ഷെ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു നായ് വന്നപ്പോൾ 2 ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിരുന്നു ഞാൻ. ആ നായ എന്നെ കണ്ടപ്പോൾ ഇല്ലേ അങ്ങയുടെ ആ വഴിയിൽ നിന്ന് എൻ്റെ കൂടെ തന്നെ ഉണ്ട്, ഇങ്ങനെ കാലിൻ്റെ ഇട കൂടി ഇങ്ങനെ എൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയപ്പോൾ നായ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു നായാണ്. അപ്പം അമ്മ വെള്ളം തോന്നപ്പോൾ നായ ഓടി മേശപ്പുറത്തേക്ക് പോയിട്ട് പറഞ്ഞു, വന്നോളി ഇവിടെ ഉണ്ട് വെള്ളം, കുടിച്ചോളി. പക്ഷെ അതിന് എടുത്തു തരാൻ പറ്റാത്തതുകൊണ്ട് അതിന് പറ്റിയില്ല. അത് എൻ്റെ കൂടെ തന്നെ വന്ന് എന്നെ വലിച്ചു കൊണ്ടുപോയി ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ച്. ഞാൻ ഒരു വല്ലാത്ത വിഷമത്തോടു കൂടി നമ്മൾ ആ വെള്ളമെല്ലാം കുടിച്ച് തിരിച്ചു വരുമ്പോഴും കരച്ചിൽ നിന്നിട്ടില്ല, പ്രാർത്ഥനയും തുടരുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസം ഗംഭീരമായിട്ട് പൊടി പിടിക്കുന്നു. ഞാൻ ആ നിമിഷം വിചാരിച്ച എന്താണെന്നറിയാം, കല്യാണം കഴിക്കണ്ടേനും ഒരു നായിനിയാറ്റം കഴിച്ചാൽ മതിയേനും. കാരണം വീട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒരു തുള്ളി വെള്ളം തരാൻ, ഒന്ന് മുഖമുയർത്തി നോക്കാൻ എൻ്റെ വീട്ടിലെ മനുഷ്യരെന്ന് പറയുന്ന ഒരു മനുഷ്യന്മാർക്കും കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഇത് എൻ്റെ വീടാട്ടോ. എനിക്ക് വെളിമണ്ണ് നിങ്ങൾ പോകുമ്പോഴേക്ക് ഭാര്യ ഓടി വന്ന് പ്രിയതമ കടന്നു വരൂ, വെള്ളം വേണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടോ എനിക്കറിയില്ല. വെളിമണ്ണ് എനിക്ക് അറിയില്ല വെളിമണ്ണിനെ കുറിച്ച്. അതുകൊണ്ട് എൻ്റെ വീട്ടിലെ നടന്ന സംഗതി ഇതാണ്. പിന്നെ എങ്ങനെയാ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, കുട്ടി വാട്സപ്പ് ചാറ്റിൽ എന്ത് നടക്കുന്നെന്ന് അറിയാത്ത എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും ഉണ്ടെങ്കിൽ പിന്നെ മക്കൾ തലരിഞ്ഞോയില്ലേ?